പാടൂ? ഇല്ല ഇല്ല, പാടില്ല. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാറില്ല. ടാരന്റിനോ പടച്ചല്ലേ എന്ന് പറയുമ്പോ പുള്ളി പടച്ചു വിടുന്നത് അമ്മാതിരി ഐറ്റം ആയിരിക്കും. അപ്പൊ ഒരു പെണ്ണിനെ അങ്ങനെ ഉപമിക്കുക എന്ന് പറയുമ്പോ ആ പെണ്ണ് അത്രയ്ക്ക് അടിപൊളിയായിരിക്കണം. ഡുവാലിപ്പന്റെ ക്രഷായിരുന്നു. എവിടെങ്കിലും ഡുവാലിപ്പൻ ഒന്ന് ഭംഗിയായി അവതരിപ്പിക്കണം എന്ന് എന്റെ വർക്കിൽ ആഗ്രഹം ഉണ്ടായി. ടാരന്റിനോ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേന് ടാരന്റിനോ തെറി പറയോ, എന്തിനാ നീ എന്നെയൊക്കെ വലിച്ചഴക്ക, ഞാൻ നിന്നോട് എന്തോ ഉണ്ടാക്കാൻ വന്നൊക്കെ എനിക്കറിയില്ല. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ലിറിക്സ് ഒക്കെ പണ്ടോട്ട് ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. സിനിമാക്കാരനാവാൻ കൊച്ചിയിൽ വന്ന് ഫ്ലാറ്റിന്റെ റെന്റൊക്കെ കൊടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ബാച്ചിലേഴ്സ് ലൈഫിന്റെ റിസൾട്ടാണ് ഈ എഴുത്ത്. പൈസ ഉണ്ടാക്കണമല്ലോ. ബൊമ്മാല എന്നുള്ള വാക്ക് മ്യൂസിക് ഡയറക്ടർ ആർസിന്റെ ആദ്യമേ ഉണ്ടായിരുന്നു, ഹുക്ക് പോർഷൻ. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അടബൊമ്മയിലെ ആയിക്കോട്ടെ പ്രേമവതി ആയിക്കോട്ടെ, രണ്ടും തീയാണ്. എഴുതിയ കാർത്തിയാണ് എൻ്റെ ഒപ്പം ഇന്ന് ക്ലബ് എഫ്എമ്മിലുള്ളത്. അത് പൊളിച്ചു. എങ്ങനെയുണ്ട് ഇപ്പോൾ ലൈഫ്? അടിപൊളിയായിട്ട് തോന്നുന്നു. പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നന്നായിട്ട് തോന്നുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ? പാട്ടെഴുത്ത് തന്നെ, അത് ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ ഒരു ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അടിപൊളി. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് തുടക്കത്തിലേക്ക് പോവാം, കുറച്ച് പാസ്റ്റിലേക്ക് പോവാം. നമ്മൾ കാർത്തിനെ അറിയപ്പെടുന്നത് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്. ഓക്കെ, അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതിലേക്ക് ഇങ്ങനെ ടി വിയിൽ നമ്മൾ കാണുന്നു, ഒരാൾ വന്ന് സംസാരിക്കുന്നത് കാണുന്നു, സംസാരിച്ചിട്ട് 4 മിനിറ്റ് കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവാന്ന് പറയുമ്പോൾ ഒരു ഹൈ കിട്ടി. നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, സഹായം തേടണ്ട. അപ്പോൾ അങ്ങനെ പോയി ചെയ്തതാണ്. പേടിച്ച് എങ്ങനെയൊക്കെ ചെയ്തു, സെറ്റായി. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ തോന്നരുതൊന്നും പണിക്കുവാൻ മടിയായിട്ടാണ്. പണിക്കുവാൻ മടിയാ, ആദ്യം പഠിക്കാൻ തന്നെ മടിയായിരുന്നു. പഠിച്ചു കഴിഞ്ഞാലേ പണിക്കുവാൻ പറ്റുമോ? അത് എല്ലാവരെയും പോലെ തന്നെ 9 to 5 ജോബിനോടുള്ളൊരു താല്പര്യമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ബ്രോ ചെയ്യുന്ന സ്റ്റാൻഡപ്പ് ആയിക്കോട്ടെ, അതിനകത്ത് ഫുൾ ആൾക്കാരെ വെച്ചിട്ടായിരുന്നു, വീട്ടിലെയും നാട്ടുകാരെയും. അതിനുശേഷം ആരെങ്കിലും പറഞ്ഞായിരുന്നു അടുത്തത് പറയുമ്പോൾ എന്നെക്കുറിച്ച് പറയണം പറയരുതെന്നാണ് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞു. ഇല്ല, ആർക്കും സ്വയം ട്രോളപ്പെടാൻ താല്പര്യമല്ലോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ. നമ്മളെ കാണുമ്പോൾ ഇവിടെ നമ്മളൊന്നും പറയരുതെന്ന് പറഞ്ഞാലും അവർക്കുള്ളതിൻ്റെ ഉള്ളിലാ കൊള്ളാം. ഇപ്പൊ സ്വന്തക്കാരിന്ന് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, എനിക്ക് പേടിയാ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. പിക്കപ്പ് ലൈൻ ആയിരുന്നു ബ്രോൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിക്കപ്പ് ലൈൻ ആക്ച്വലി എങ്ങനെയാണ് തുടങ്ങിയത്? പിക്കപ്പ് ലൈൻ ഇതുപോലെ പ്രാസം പറയുമായിരുന്നു പണ്ടോട്ടെ. അപ്പോൾ അങ്ങനെ പിക്കപ്പ് ലൈനിലോട്ട് എത്തി. പിന്നെ എങ്ങനെയെങ്കിലും വൈറലാവണം എന്നുള്ളൊരു ടീനേജ് ബോയിൻ്റെ ആഗ്രഹം. പ്രാസം പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വീട്ടുകാർ? സ്കൂളിൽ പഠിക്കുമ്പോൾ അധികം പറയൂല. സ്കൂളിൽ പഠിക്കുമ്പോൾ സീനാണ് പിള്ളേർ. അപ്പോഴേക്ക് നമ്മൾ വീട്ടിൽ പറയും, വീട്ടിൽ നമുക്ക് തമാശയൊക്കെ പറയാം. ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. ചേച്ചി ഭയങ്കര മറ്റേ പഠിക്കുന്ന ആളായിരുന്നു. ഈ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് സ്ട്രെസ് റിലീഫ് ഞാനാ. എന്നെ സ്ട്രെസ് റിലീഫായിട്ട് ഉപയോഗിക്കുന്നതാണ്. TV ഒന്നും കാണണ്ടല്ലോ. അപ്പം എന്നോട് കുറച്ചു നേരം വന്ന് മിണ്ടിയിട്ട് പിന്നെ പോയി പഠിക്കും. അങ്ങനത്തെ മൂടായിരുന്നു. ബ്രോ അപ്പം എങ്ങനെയായിരുന്നു, പഠിക്കുമായിരുന്നു? ഇല്ല, ഞാൻ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യും. ചേച്ചി കുടുംബം നോക്കിക്കോളുമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണമല്ലോ, മെന്റൽ സപ്പോർട്ട്. പിക്കപ്പ് ലൈൻ ഇപ്പം കാണുന്നത് കുറവാണ്. നിർത്തി. നിർത്താൻ കാരണം? നിർത്താൻ നമ്മള് കുഞ്ഞിലെ പാമ്പേഴ്സ് ഇടുമല്ലോ, വലുതാകുമ്പോൾ അത് ഇട്ടോണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ പാമ്പേഴ്സ് ഇടുന്നത് മോശമില്ല, ഓരോ പ്രായത്തില് അത് വേണം. കുഞ്ഞിലെ നമുക്ക് കാൽവിൻ ക്ലൈൻ ഷഡ് ഇട്ടോണ്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ പ്രായത്തിനനുസരിച്ച് മാറാമെന്ന് വിചാരിച്ചു. അപ്പൊ കാൽവിൻ ക്ലൈനിലാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നവീനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ആസ് എ ലിറിസിസ്റ്റ് ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലിറിക്സ് ഒക്കെ പണ്ടോട്ട് ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നോ? ഞാൻ എഴുത്തുകാരനായത് എൻ്റെ അച്ഛനൊരു നോവലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അച്ഛനപ്പം നോവലിസ്റ്റ് ആയി. ഇങ്ങനെ അമ്മ ഇതെല്ലാ ആഴ്ചയും വായിച്ച് അമ്മ ഈ ആരാധന മൂത്തിട്ട് ഒരു കത്തങ്ങ് എഴുതി. കത്തെഴുതി. അങ്ങനെ ഇവർ പ്രണയത്തിലായി, കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ജനറ്റിക്സ് ചെയ്യുന്നതാണ് എനിക്ക് എഴുത്തിലോട്ടുള്ള ഒരു വരവ് കിട്ടിയെന്നൊക്കെ പറയാനാണ് എൻ്റെ ആഗ്രഹം. എന്നാ പക്ഷെ അതല്ല സത്യം. സിനിമാക്കാരനാവാൻ കൊച്ചിയിൽ വന്ന് ഫ്ലാറ്റിന്റെ റെന്റൊക്കെ കൊടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ബാച്ചിലേഴ്സ് ലൈഫിന്റെ റിസൾട്ടാണ് ഈ എഴുത്ത്. പൈസ ഉണ്ടാക്കണമല്ലോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ തുടങ്ങിയതാണ്. ഈ കഥയപ്പോ കിട്ടി? ഈ കഥ കാർ എഴുതുന്നപ്പോ കിട്ടിയ. എന്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാസാവുമല്ലോ, പക്ഷെ അതല്ല സത്യം. അയ്യോ, ശരിക്കും അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛന് സെയിൽസ് ആയിരുന്നു, ബുക്കിന്റെ ഒക്കെ സെയിൽസ് ആയിരുന്നു. പക്ഷെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ അച്ഛനാണ്. അടിപൊളി. അച്ഛനറിയോ അച്ഛനൊരു നോവലിസ്റ്റ് ആണെന്ന്? ഇനി അറിഞ്ഞോളും, അച്ഛൻ പ്രൗഡാവും. ഞാൻ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ അച്ഛനും പാട്ടൊക്കെ എഴുതാൻ തുടങ്ങി ചെറുതായിട്ട്. പക്ഷെ കുറെ പഴയ വാക്കുകളൊക്കെ അച്ഛനുണ്ട്, സ്ഥിരം ഉപയോഗിക്കുന്ന കുറെ വാക്കുകളൊക്കെ വെച്ച് അച്ഛൻ
എഴുതാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഏതെങ്കിലും സിനിമയിലൊക്കെ ഏറ്റു പറഞ്ഞാൽ നീ ക്രെഡിറ്റ് എടുത്തോ, എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഞാൻ പറയും സമയമാട്ടെ കൊടുക്കാം. ഓക്കെ, പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ടാരന്റീനോ പടച്ചു വിട്ടതും ദുആ ലിപ്പ ചിരിച്ചതും, ഹോളിവുഡിൽ ഈ രണ്ടുപേരെ മലയാളത്തിൽ ഒരു പാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു? അത് എനിക്ക് പാട്ട് എഴുതുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു നിർബന്ധം എന്ന് വെച്ചാൽ ക്ലീശയെ ഒഴിവാക്കണം എന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഞാനിപ്പോൾ പഴയ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്. ഞാൻ ഒരു 2015 തൊട്ടുള്ള പാട്ടുകളൊക്കെ കുറവാണ് എൻ്റെ പ്ലേലിസ്റ്റിൽ. പഴയ പാട്ട് എനിക്കിഷ്ടം, ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനത്തെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറ്. അപ്പോൾ അങ്ങനെ കേട്ട് വന്നപ്പോൾ ഈ ക്ലീശയെ ഒഴിവാക്കി അങ്ങനെ പുതിയ വാക്കുകൾ ഉപയോഗിക്കാം, അങ്ങനത്തെ റിസർച്ച് എന്ന് വന്നതാണ്. റിസർച്ചല്ല, പുതിയ എന്തെങ്കിലും കൊണ്ടുവരാം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഈ ദുആ ലിപ്പ ചിരിച്ചതല്ലേ? ദുആ ലിപ്പ എൻ്റെ ക്രഷായിരുന്നു. എൻ്റെ സ്കൂൾ ടൈമിലെ ക്രഷായിരുന്നു. ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറേ ഇംഗ്ലീഷ് പാട്ടിൻ്റെ ലിറിക്സ് ആയിരുന്നു ഞാൻ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരുന്നത്. ഒരു 100 പാട്ടിൻ്റെ ലിറിക്സ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും വെറുതെ വെക്കേഷൻ ടൈമിൽ. പക്ഷെ എല്ലാം 100 കോപ്പിറൈറ്റ് വന്ന് അടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ദുആ ലിപ്പാൻ്റെ കുറേ പാട്ട് ഇങ്ങനെ ലിറിക്സ് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ ഇടും, മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് ബ്ലറാക്കിയൊക്കെ സാധനമൊക്കെ ഇടും. പക്ഷെ 100 അടിച്ചു. അപ്പോൾ വിഷമമായി. അയ്യോ, അപ്പൊ അന്ന് എനിക്ക് ദുആ ലിപ്പനോടൊക്കെ ദേഷ്യം തോന്നി. എന്നിട്ട് ദുആ ലിപ്പ എന്ത് ചെയ്തു? പാവം ദുആ ലിപ്പ എന്ത് ചെയ്തു? ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു. എന്നിട്ട് എന്താ അയച്ചത്? ഇല്ല. അപ്പം അങ്ങനെ ദുആ ലിപ്പനോട് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ദുആ ലിപ്പനെ ഒന്ന് ഭംഗിയായി അവതരിപ്പിക്കണം എന്ന് എൻ്റെ വർക്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ടാരന്റീനോ പടച്ചതല്ലേ? ടാരന്റീനോ പടച്ചതല്ലേ എന്ന് പറയുമ്പോൾ പുള്ളി പടച്ചു വിടുന്നത് അമ്മാതിരി ഐറ്റം ആയിരിക്കും. അപ്പോൾ ഒരു പെണ്ണിനെ അങ്ങനെ ഉപമിക്കുക എന്ന് പറയുമ്പോൾ ആ പെണ്ണ് അത്രയ്ക്ക് അടിപൊളി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പാട്ടിലത് വന്നപ്പോൾ രസമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാട്ട് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കണേണ്. ഇതിന്റെ ലിറിസിസ്റ്റ് കാർത്തിയാണെന്ന് പറയുമ്പോഴത്തേക്കിനും അടബൊമ്മാലെ നീയാ, ആ വാക്ക് എങ്ങനെയാണ്? അടബൊമ്മാലെ എന്നുള്ള ഈ പാട്ട് എങ്ങനെയാണ് ആക്ച്വലി മേക്ക് ചെയ്തത്? ബൊമ്മാലെ എന്നുള്ള വാക്ക് മ്യൂസിക് ഡയറക്ടർ ആർസിന്റെ ആദ്യമേ ഉണ്ടായിരുന്നു, ഹുക്ക് പോർഷൻ. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടായതാണ്. അതിനുശേഷം ഇപ്പോൾ വരുവാണെന്നെങ്കിൽ ലോക്കൽ സിഗ്മ ബോയ്സ്, ഇതിപ്പോൾ ട്രെൻഡാണ് അടബൊമ്മാലെ. ഇതിനു മുമ്പ് ലോക്കൽ സിഗ്മ ബോയ്സ്. അതിന്റെ വരികൾ നോക്കുവാണെങ്കിൽ തന്നെ ഒളിക്യാമറ പകർത്തിയിടല്ലേ പകൽമാന്യനായി നടിച്ചോട്ടെ ഞാൻ. ഓക്കെ, അല്ലെങ്കിൽ അതെങ്ങനെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? അതൊരു ഹോസ്റ്റൽ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മള് പുറത്ത് വേറൊരു ക്യാരക്ടറും ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി അവനൊരു പകൽമാന്യനായിരിക്കാം. എല്ലാവരും ഹോസ്റ്റലിൽ പഠിക്കുന്ന എല്ലാവരും കോളേജിൽ ഒരു ഫേസ്, രാത്രിയാകുമ്പോൾ ഹോസ്റ്റലിൽ ഒരു വേറെ ഫേസ് ആണ്. രാത്രിത്തെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒളിക്യാമറ ഇത് പകർത്തല്ലേ, ഞാൻ പകൽമാന്യനെ കുറച്ച് നടിച്ചോട്ടെ. അപ്പൊ അതാണ് സിഗ്മയുടെ അർത്ഥം? സിഗ്മയുടെ അർത്ഥതല്ല, ലോക്കൽ സിഗ്മ ബോയ്സ്. സിഗ്മയ്ക്ക് ഓരോരുത്തർക്കും ഓരോ അർത്ഥം കൊടുക്കാം, അതൊരു ഫ്രീ വാക്ക്. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഈ ലോക്കൽ സിഗ്മ ബോയ്സ് ബ്രോ എത്ര ആളും കൊണ്ട് എഴുതി തീർത്ത? അത് ഒരു ദിവസം കൊണ്ട് എഴുതിയ, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അതെ, അത് മ്യൂസിക് ഡയറക്ടർ വിളിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി. എനിക്കല്ലായിരുന്നു ആദ്യം വന്നത്, വേറെ ഏതോ ആൾക്കായിരുന്നു. അപ്പം പുള്ളി എന്തോ ബിസി ആയിട്ട് പെട്ടെന്ന് എനിക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ കൊള്ളാം, ഇത് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്, നമ്മളനുഭവിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ അത്രയും കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. ഈ റൊമാൻറ്റിക് ട്രാക്കിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. റൊമാൻസ് കുറച്ചുകൂടെ അറിയില്ലല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് ഓക്കെ ആയിരുന്നു? ഇല്ല, എല്ലാത്തിലും തിരുത്തലുകൾ വരും. നമ്മൾ കുറച്ചുകൂടെ എപ്പോഴും ആദ്യത്തെ തന്നെ നമ്മൾ സ്റ്റക്കായാൽ അത് ബെസ്റ്റ് ആവില്ലല്ലോ. എപ്പോഴും തിരുത്തപ്പെടുമ്പോഴാണ് നന്നാവുക എന്നാണ് വിചാരിക്കുന്നത്. പടത്തിന്റെ പേര് പോലെ അതും പ്രകമ്പനമായി ഹിറ്റ്ലി. ഇനി അതിന് മുമ്പ് നമുക്കൊന്ന് വരാം, ഡെലുലു ഡെലുലു. അതിനകത്തൊരു വരി എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മരിജുവാനെ നീയെ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാണേ താനെ. ശരിക്കും എന്താ ഉദ്ദേശിച്ചിരുന്നു? അതൊരു പ്രേമിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തിരിക്കുന്ന പാർട്ണർ ആയിരിക്കുമല്ലോ ലഹരി. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് ലഹരിനെ വിട്ട് ഉപമിച്ചെന്നേ ഉള്ളൂ. മരിജുവാനെ, മരിജുവാനെ വെച്ചാൽ അവളെ ചിന്തിക്കുമ്പോഴേ നമ്മളെ മനമാകെ കുഴയും. ഓക്കെ, വേറൊന്നും നമുക്കറിയില്ല. ഇത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിരുന്ന് എഴുതിയാണോ ആ പാട്ട്? ഇല്ല, ഇത് ജസ്റ്റ് എന്തെങ്കിലുമായിട്ട് ഉപമിക്കണമല്ലോ. പഴയ കവികളൊക്കെ അങ്ങനെയാണ്, പ്രാവിനെയും പൂവിനെയൊക്കെ ആയിട്ട് ഉപമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഇതെങ്കിലും ഒന്ന് ഉപമിക്കണ്ടേ. പിന്നെ നല്ല വാക്കായിട്ട് തോന്നി മരിജുവാന. ഓക്കെ, ഫസ്റ്റ് തൊട്ട് ശരിക്കും ഡെലുലു എന്നായിരുന്നു ആ പാട്ടിന്റെ? അല്ല, ഫസ്റ്റ് വേറെ ആയിരുന്നു. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും ജെൻസി പിള്ളേരെ മയക്കണം. ഫസ്റ്റ് വാക്കപ്പ് എന്തായിരുന്നു ആക്ച്വലി? ട്യൂണേ വേറെ ആയിരുന്നു, സുന്ദരി മൈനെ അങ്ങനെ ഒരു സാധനമായിരുന്നു. സുന്ദരി മൈനെ അങ്ങനെന്തിലാണോ? അല്ല, സുന്ദരി മൈനെ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ റൈമിങ് ആലോചിച്ചു. അതായിരുന്നു ശരിക്കും അതായിരുന്നോ? ശരിക്കും അത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ റൈം അടിക്കാൻ നോക്കിയതാ. ശരിക്കും അത് തന്നെയായിരുന്ന? എന്നിട്ട് മടിവാളൻ കാറ്റേ അവളിൽ നീ തോറ്റേ അങ്ങനെ സാധനം മുന്തിരി വൈനായിരുന്നു. ഓക്കെ, ഇല്ലുമിനാറ്റി ആണെന്നൊക്കെ. അല്ല, എന്നിട്ട് ഇതെന്ത് പിന്നെന്തിരി മാറ്റിയത്? ജെൻസി പിള്ളേരെ വീഴ്ത്തണം പറഞ്ഞ് എന്നോട് വരുന്നു. ഞാൻ മൊത്തം 90s പ്ലേലിസ്റ്റ് ആണ്. 3AM പ്ലേലിസ്റ്റ് മൊത്തം ഗിരീഷ് പുത്തഞ്ചേരി
അങ്ങനെ ഡെലുലുള്ളത്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ആ പടത്തിലെ തന്നെ പ്രേമവതി എന്ന് പറഞ്ഞ പാട്ട്, അത് ആക്ച്വലി ശരിക്കും എനിക്ക് പേഴ്സണലി ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അത് തന്നെ ഏറ്റവും ഇഷ്ടം, കുഴപ്പമില്ല പറഞ്ഞു. ഇതപ്പോൾ ഈ 3AM പ്ലേലിസ്റ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എഴുതിയാണോ? പിന്നെ ആ പാട്ടിന്റെ മ്യൂസിക്കിലും ആ ഒരു ഭംഗി ഉണ്ടല്ലോ, ഒരു പഴമയുണ്ടല്ലോ. അതെ, പഴമ തന്നെ ഇങ്ങനെ പുതിയ കാലത്തിലെ ക്യൂട്ടായിട്ട് സിമ്പിൾ വാക്കേ എനിക്ക് അറിയുള്ളൂ, അത് വേറെ. ഓക്കെ. അപ്പോൾ വലിയ വലിയ വാക്കുകളൊന്നും അറിയില്ല. അപ്പോൾ സിമ്പിൾ വാക്ക് വെച്ച് അങ്ങനെ ഇത് നന്നാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അടിപൊളി. അങ്ങനെ എഴുതിയതാണ്. ഇത് സിഡ് ശ്രീറാം തന്നെ പാടണം എന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ? അവർക്ക് സിനിമയിൽ ഒരു പാട്ട് സിദ് ശ്രീറാമിനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഴുതി വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പ്രൊഫൈലിൽ അതിന്റെ മേക്കിംഗ് വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു, അപ്പോൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടാണ്. അതൊക്കെ രണ്ടാമത് എടുത്താ, പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എടുത്താ. അത് ശരി. അതെ, അതിന് ഞാൻ ഓർത്തതിന് മുമ്പ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സീരിയസ് ആയിട്ട് ബിലീഫ് അല്ലേ മോനെ. എന്താ മോനെയോ. പക്ഷെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇപ്പൊ 4 പാട്ട് എടുക്കുവാണെങ്കിലും സൂപ്പർ ഹിറ്റ് ആണ്. അടുത്ത ഏതെങ്കിലും പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ? പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇറങ്ങുമ്പോൾ അറിയാം. ശരിക്കും കാർത്തി പാട്ട് എഴുതുന്നത് ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ട്രെൻഡായി പോണതാണ്? അങ്ങനെ ഇൻറ്റൻഷനലി ഒന്നുമല്ല, നമ്മൾ മാക്സിമം നല്ലതാക്കാൻ ശ്രമിക്കും. ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു 100 വട്ടം കേൾക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഞാനൊരു 10 വട്ടം കഴിയുമ്പോൾ എനിക്ക് തന്നെ മടുക്കരുത് എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഞാൻ തന്നെ എഴുതുന്ന ഞാൻ മാത്രം എനിക്ക് തന്നെ മടുത്താൽ പിന്നെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ഇത് 10 വർഷം കഴിയുമ്പോഴും ആ ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചു? ഉറപ്പില്ല, കാലം മാറിക്കൊണ്ടിരിക്കണല്ലോ. ചിലപ്പോൾ ഡെലുലു ഒക്കെ എന്താവും എന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇപ്പോൾ എപ്പോഴെങ്കിലും ഈ 4 പാട്ടിൽ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഈ വരി ഇത്രയും ഹിറ്റാവും ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഇത് കൊളുത്തി, അങ്ങനെ ഏതെങ്കിലും വരി? അതിപ്പോൾ തന്നെ ഡുവാ ലിപ്പയും ടാറന്റീനോ, അതും മ്യൂസിക് ഡയറക്ടർ എന്നോട് വേറെ ഓപ്ഷൻ ഉണ്ടോ കാർത്തി എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് വെച്ചോ, ഇരിക്കട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കും സംശയമായിരുന്നു, ടാറന്റീനോ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേന് ടാറന്റീനോ തെറി പറയുമോ, എന്തിനാ നീ എന്നെയൊക്കെ വലിച്ചഴക്കുന്നത്, ഞാൻ നിന്നോട് എന്തോ ഉണ്ടാക്കാൻ വന്നതൊക്കെ എനിക്കറിയില്ല, എന്തിനാ നീ എന്നെ വലിച്ചഴക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇത് പക്ഷേ ആൾക്കാർ സ്റ്റോറി ഇടുമ്പോഴും എല്ലാം ഇത് മെൻഷൻ ചെയ്യുന്നുള്ള കാണുമ്പോൾ കൊള്ളാം, സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, അതായത് ഹിറ്റ് ആവാൻ വേണ്ടി ജനിച്ചതാണോ? ഓ, ഞാൻ പറഞ്ഞിടിപ്പിച്ച ശരിക്കും അല്ലല്ല, ഫ്രണ്ടാണ്. ഓ, ഫ്രണ്ടാണോ അത് ഇട്ടിരുന്നത്? ഓക്കെ. ശരിക്കും ആ കമന്റ് ഒരുപാട് വരുന്നുണ്ട്. ഇവൻ തൊടുന്നത് പൊന്നാണ്, എല്ലാം തീയാണ്. ഇത് ഈ കമന്റ്സിനോടൊക്കെ എന്താണ് പറയുക? അടുത്തടുത്ത് പറയല്ലേ, അടുത്ത പാട്ട് ചിലപ്പോൾ പാളം. ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ? ഇൻസെക്യൂരിറ്റി ഇല്ല, പക്ഷെ നമ്മളെപ്പോഴും നമ്മളെല്ലാം ഇതാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അതെ, അതില്ല, എല്ലാം മുൻകൂട്ടി കാണണം. ശരിക്കും അപ്പോൾ ആസ് എ ലിറിസിസ്റ്റ് ബ്രോ ഇൻസ്പയർ ചെയ്യണം എന്താണ് പാട്ട് എഴുതാൻ? എന്നാ വ്യൂകളാണ്. നമ്മൾ ടെറസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ താഴെയാണല്ലോ. അതും ലോ ബഡ്ജറ്റ്, പൈസ മുടക്കണ്ട. ഇപ്പോൾ ഒരു മല കയറണമെങ്കിൽ തന്നെ കഷ്ടപ്പാടാ, ട്രാവൽ ചെയ്യണം, പൈസ കൊടുക്കണം. നമ്മളൊരു 5-8 നിലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ താഴെയാണ്, മരങ്ങൾ താഴെ. അപ്പം നമ്മളാ മെയിൻ, അവിടെ നിന്ന് നമുക്ക് പലതും വരും. ഭയങ്കര അണ്ടർ റേറ്റഡ് ആ ടെറസ്. നമ്മുടെ അവിടെ ഒന്നും ആരും മേളിൽ കയറൂല, ഞാൻ മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. മനുഷ്യർക്ക് സമയമില്ലല്ലോ. ഫിലോസഫി ഈ ശരിക്കും ഇത്രയും ഫണ്ണടിക്കുന്ന ആളുകളിൽ ഇത്രയും ഫിലോസഫി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാം, ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അടിപൊളി ബ്രോ. അപ്പോൾ ബ്രോനെ ഇൻസ്പയർ ചെയ്തേക്കണ ഒരു ലിറിസിസ്റ്റ് ആരായിരിക്കും? അതെ, എന്നെ ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ പുതിയതിൽ വിനായക് ശശികുമാർ ഓഫ് കോഴ്സ്. പുള്ളീൻ്റെ ആവേശത്തിലെ പരിപാടികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര റിലേറ്റബിളാണ്. പിന്നെ എൻ്റെ മറ്റേ വിനായക് ശശികുമാറിൻ്റെ തന്നെ രോമാഞ്ചത്തിലെ തലതെറിച്ചവരൊട്ടാകെ വാഴുന്ന ആ സോങ്, അതിലോരോ വരികളും ഭയങ്കര റിലേറ്റബിളാണ്. അത് 4-5 ആമ്പിള്ളേർ ഒരു റൂമിൽ നിൽക്കുവാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് 4 മിനിറ്റ് കൊണ്ട് എഴുതി കാണിച്ചത്. ഭയങ്കര അടിപൊളി. അതൊക്കെയാണ് എന്നെ ഇൻസ്പയർ ചെയ്ത്. കൊള്ളാലോ, ഇതിന് ഇത്രയും സ്കോപ്പ് ഉണ്ട് എന്നൊരു പരിപാടി. എപ്പോഴും പറഞ്ഞായിരുന്നു വിനായക് ബ്രോനോട്? നമ്മൾ നേരിട്ട് സാഹസം എന്ന പടത്തിൽ നമ്മൾ ഓണപ്പരിപാടിക്കൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അഡ്മയർ ചെയ്തു പരിപാടി. പക്ഷെ അന്നൊന്നും ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല, അന്ന് ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്ന മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ. ഓക്കെ. ലൈഫിൽ എപ്പോഴും ഡെലുലു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഡെലുലു മൊമെന്റോ? കയറുന്നതിന് മുമ്പ് ഒരാൾ പേഴ്സണൽ ചോദ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഡെലുലു മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള വരികളൊക്കെ വരിക. ഓ, നൈസ്. എന്തെങ്കിലും ചെയ്യാത്തവനൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അതും ശരിയാണ്. ഓക്കെ, ലൈക്ക് എങ്ങനത്തെ ഒരാളാണ്? ഡെലിവറി പേഴ്സൺ ആണോ അല്ലെങ്കിൽ സിഗ്മയാണോ കാർത്തി? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ബ്രേക്കപ്പ് കിട്ടിയാൽ സിഗ്മയാവും, നല്ലൊരു കുട്ടിയോട് മിണ്ടിയ ഡെലിവറി ആവും. രണ്ട് മൂടും പിടിക്കും. പിടിക്കുന്നതല്ല തന്നെ വരുന്നത്. ഇപ്പൊ ബ്രോനെ നോക്കുകയാണെങ്കിൽ ഒരാവശ്യം ഒരു ഇന്റർവ്യൂറായിട്ട് ആസ് എ ഹോസ്റ്റ് ബ്രോ വർക്ക് ചെയ്തായിരുന്നു ചില ഫ്രീലാൻസ് ആയിട്ട്. അപ്പോൾ ഒരു ആക്ടറിന്റെ ഒപ്പം പിക്കപ്പ് ലൈൻ അടിച്ചായിരുന്നു. അതിനുശേഷം ആ ആക്ടറിന്റെ പടത്തിൽ ആസ് എ കോ സ്റ്റാർ വർക്ക് ചെയ്തായിരുന്നു. സിനിമയിലേക്ക് അപ്പോൾ ആസ് എൻ ആക്ടർ എങ്ങനെയാണ് വന്നത്? ആലപ്പുഴ ജിംഖാനിലേക്ക് എങ്ങനെ വന്നത്? അത് ഇതുപോലെ സോഷ്യൽ മീഡിയ വർക്കുകൾ കണ്ടിട്ട്, റീൽസ് കണ്ടിട്ട് എന്നെ വിളിപ്പിച്ചാണ്.
അങ്ങനെ ചെറിയ ഓഡീഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് അഭിനയിപ്പിച്ചു. ആ ക്രിസ്റ്റഫർ എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് എഫേർട്ട് എങ്ങനെ ഉണ്ടായി? എഫേർട്ട് ഫിസിക്കലിയുള്ള എഫേർട്ടായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ജിമ്മിൽ വരുന്നു വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം എന്നോടൊന്നും പറയുന്നില്ല. റഹ്മാനിക്ക ഖാലിദ് റഹ്മാനാണ്. അപ്പം എന്നോട് മാത്രമൊന്നും പറയുന്നില്ല, എന്നെ വേണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വെയിറ്റ് ഒന്നും കൂട്ടണ്ട, നിനക്ക് ഇതേ വെയിറ്റ് മതി, 50 കിലോ ഉള്ളൂ ഞാൻ. അപ്പോൾ ബാക്കി എല്ലാവരും ഗണപതിയൊക്കെ വമ്പൻ ഡമ്പലൊക്കെ എടുത്ത് അടിയാ എല്ലാ ദിവസവും. അപ്പോൾ എനിക്ക് മോട്ടിവേറ്റഡായി. ഞാൻ ചേർത്തലേന്ന് ഇവിടം വരെ വരുവാണ് ബോക്സിങ് പഠിക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ കൂടി കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു. ലൈഫിൽ കുറച്ച് ഫിസിക്കലി കഷ്ടപ്പെട്ടത് അപ്പോഴാണ്. ഓക്കെ. അതിനുശേഷം പിന്നെ ജിമ്മിൽ പോയിട്ടില്ല? ഇപ്പം ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾക്ക് ശേഷം. അത് ശരി. അടുത്ത ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ? അല്ല, ഇതെൻ്റെ ലൈഫിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ലൈഫ് ഒന്ന് ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി. ശരിക്കും ആ ക്യാരക്ടർ ഒന്നപ്പോൾ ബ്രോ എന്താ വിചാരിച്ചിരുന്നു? ഓക്കെ, ക്യാരക്ടർ മനസ്സിൽ നസ്ലനെ പോലെ അല്ലെങ്കിൽ ഇടിച്ചിടുന്ന അങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും എന്നാണ്? അല്ലെങ്കിൽ ഇല്ല, ഫണ്ണാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈ നസ്ലന് ഇടികൊണ്ട് വീഴുമെന്ന് അറിയായിരുന്നു. നമ്മളോട് എല്ലായിരത്തി തലേദിവസം കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഇടികൊള്ളും, അപ്പുറത്തിരിക്കുന്ന ബോക്സേഴ്സ് റിയൽ ഫൈറ്റേഴ്സാണ്, ചാമ്പ്യൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം തീരാറായി. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്കാണ് കുറവ് കിട്ടിയത്. വയറ്റത്തായിരുന്നല്ലോ, വയറ്റത്ത് പാഡൊക്കെ വെച്ച് ഇടിപ്പിക്കാം. നസ്ലിന് മോന്തൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെറ്റിൽ ആക്ച്വലി സീരിയസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ? സീരിയസ് എല്ലാവരും അവിടെ ഫണ്ണായാലേ പറ്റുള്ളൂ. സീരിയസ് ആയാൽ അപ്പോൾ കളിയാക്കൽ കിട്ടും. എല്ലാവരുടെ മുമ്പ് വെച്ച് മൈക്കിൽ കൂടെ കിട്ടും. അതുകൊണ്ട് ആരും സീരിയസ് ആവില്ല, എല്ലാവരും ഒരു ഓളത്തിന് അങ്ങ് നിൽക്കും. അടിപൊളി ബ്രോ. ഇനി അടുത്ത ആസ് എൻ ആക്ടർ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുമോ? കാണാൻ പറ്റട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. പ്രൊജക്ട് ചെയ്തതിലും വന്നായിരുന്നോ പുതിയ? വരുന്നുണ്ട്, കൺഫേം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ഇനി എനിക്കൊരു സംശയം പേഴ്സണലി തോന്നിയതാണ്, പാടുവോ? ഇല്ല, പാടില്ല. എനിക്ക് എഴുതാനല്ലേ അറിയാം, വായിക്കാറില്ല. അപ്പോൾ ഇനി എഴുതുന്ന പാട്ടും ഇതേപോലെ തന്നെ പൊന്നാവട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. താങ്ക് യു.